യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ ഒരു ഓഡിയോയ്ക്കകത്തുള്ളത്. നമ്മുടെ ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ പേര് ചോദിക്കാം, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പിന്നെ എൻഡിമിയോൺ എന്നുള്ള ആരാണ് ആ ക്യാരക്ടർ അക്കോർഡിംഗ് ടു ഗ്രീക്ക് മിത്ത്. എൻഡിമിയോൺ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ യൂത്ത് ആണ് ആൻഡ് ഹി വാസ് ലവ്ഡ് ബൈ ദ മൂൺ ഗോഡസ് സെലീൻ. സെലീൻ എന്ന് പറയുന്നത് often associated with eternal sleep and youth. Then father of psychoanalysis ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നെ ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ള ഡിക്റ്റം ഏത് ഫ്രഞ്ച് ഫിലോസഫറാണ് കോയിൻ ചെയ്തത്? അത് ഡെക്കാട്ടെയാണ് കേട്ടോ, റെനെ ഡെക്കാട്ടെ. ആരുടെ ഡിസൈപ്പിൾ ആയിരുന്നു പ്ലേറ്റോ? പ്ലേറ്റോ വാസ് എ ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്നുള്ള ടേം ആരാണ്, ഏത് റൊമാൻറ്റിക് പോയിട്ടാണ് യൂസ് ചെയ്തത്? സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആണ്. ഈ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോൾറിഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നൊരു റൈറ്ററാണ് കോൾറിഡ്ജ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. അപ്പോൾ നമ്മൾ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നാച്ചുറൽ അല്ലാത്ത രീതിയിൽ കുറച്ച് ഫാൻറ്റസി എലിമെൻറ്റ്സ് ഒക്കെ ചേർക്കുന്നതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. സോ നമ്മൾ അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ, ഈ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ബിലീഫ്, നമ്മുടെ ഉള്ളിലെ വിശ്വാസം ഇല്ലായ്മ കുറച്ച് നേരത്തേക്ക് നമ്മൾ വില്ലിംഗ്ലി നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻഡ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ആ വർക്ക് ഓഫ് ആർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആസ്വദിക്കാൻ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വില്ലിംഗ്ലി നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സ് നമ്മുടെ ഡിസ്ബിലീഫിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റിവെക്കുന്ന ആ ഒരു ടേം, ഇതാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത്. ഓസിമാൻഡിയസ് ആരാണ്? ഓസിമാൻഡിയസ് എന്ന് പറയുന്നത് റാംസസ് II ആണ്. ഒരു പവർഫുൾ ഈജിപ്ഷ്യൻ ഫറോ ആയിരുന്നു. അദ്ദേഹത്തിന് പേഴ്സി ബിഷി ഷെല്ലിയുടെ പോയത്തിന് പേഴ്സി ബിഷി ഷെല്ലി ഓസിമാൻഡിയസ് എന്നുള്ള പോം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു രാജാവിനെ കുറിച്ച് ഇമ്മോർട്ടലൈസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി ദാസ് ക്യാപിറ്റലിനകത്ത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ്? മാർക്സിസത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്ക് ആരാണ് എഴുതിയിരിക്കുന്നത്? സൈമൺ ഡി ബെവേർ ആണ്. പിന്നെ ജീൻ പോൾ സാർട്രയുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ വർക്ക് ഏതാണ്? ബീയിങ് ആൻഡ് നത്തിങ്നെസ്. ഓക്കെ. പിന്നെ പ്ലേറ്റോയുടെ കൺസെപ്റ്റ് ഓഫ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? തിയറി ഓഫ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റോ പറയുന്നതെന്ന് വെച്ചാൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് അതൊരു ഷാഡോ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു റിയാലിറ്റിയുടെ ഷാഡോ, അല്ലെങ്കിൽ ഒരു അൺചേഞ്ചിങ് ആയിട്ടുള്ള റിയാലിറ്റിയുടെ വെറും ഷാഡോ ആണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ട്രൂ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടി, ജസ്റ്റിസ് അല്ലെങ്കിൽ ഗുഡ്നെസ്, ഈ വക കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ട്രൂ നോളജ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ബ്യൂട്ടി, ജസ്റ്റിസ് ആൻഡ് ഗുഡ്നെസ്സിനെയാണ് അദ്ദേഹം ഐഡിയൽ ഫോമുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ ബ്യൂട്ടി, ജസ്റ്റിസ് അല്ലെങ്കിൽ ഗുഡ്നെസ് എന്ന് പറയുന്ന മെറ്റീരിയൽ വേൾഡിന് അപ്പുറം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് റീസൺ കൊണ്ടേ, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ടേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ സാധിക്കുകയില്ല. ഇനി സോക്രട്ടീസിൻ്റെ കോൺവെർസേഷൻ വിത്ത് ഇയോൺ, പ്ലേറ്റോയുടെ വർക്കാണ് ഇയോൺ എന്ന് പറയുന്നത്, ION. സോക്രട്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയോൺ പറയുന്നത്, അദ്ദേഹം ഇയോൺ ഈ ഹോമർ എന്നുള്ള പോയിറ്റിൻ്റെ വളരെ ഒരു എക്സ്പേർട്ടാണ് ഇയോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോക്രട്ടീസ് ഈ ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോക്രട്ടീസ് ആർഗ്യൂ ചെയ്യുന്നത് വെച്ചാൽ ഇയോണിൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് ഡിവൈൻ ഇൻസ്പിറേഷൻ കൊണ്ട് മാത്രം വന്നതാണ്, അല്ലാതെ നോളജ് കൊണ്ടോ സ്കില്ല് കൊണ്ടോ വരുന്നതല്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഗോഡിൻ്റെ വെസൽസ് ആണ്, അല്ലാതെ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ട്രൂത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഴ്സ് ഓഫ് ട്രൂത്ത് അല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സോക്രട്ടീസ് പറയുന്നത്. പിന്നെ വോൾട്ട് വിറ്റ്മാൻ്റെ പോം ഉണ്ടല്ലോ, വെൻ ഐ ഹേർഡ് ദ ലേണഡ് ആസ്ട്രോണമർ, അതിനകത്ത് ജൂപ്പിറ്റർ ആൻഡ് പ്ലീഡസിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജൂപ്പിറ്റർ ആൻഡ് പ്ലീഡസ് ഇൻ വോൾട്ട് വിറ്റ്മൻസ് പോം വെൻ ഐ ഹേർഡ് ദ ലേണഡ് ആസ്ട്രോണമർ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഇൻഡെപ്തായിട്ട് പഠിക്കാനുള്ള പോമാണോ എന്നറിയത്തില്ല. എന്നാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നുകൊണ്ട് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യുവാണ്. ജൂപ്പിറ്ററും പ്ലീഡസ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൻ്റെ ബ്യൂട്ടിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ വോൾട്ട് വിറ്റ്മൻ അവരെ എന്താണ് സയൻസുമായിട്ട് അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഈ ക്യാരക്ടേഴ്സ് നേച്ചറിൻ്റെ മിസ്റ്ററിയാണ് കാണിക്കുന്നത്, പക്ഷേ നമുക്കത് സയൻറ്റിഫിക് എക്സ്പ്ലനേഷനോടെ മാത്രമേ നേച്ചറിൻ്റെ മിസ്റ്ററി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് വോൾട്ട് വിറ്റ്മൻ പറയുന്നത്. പിന്നെ എന്താണ് നിഹിലിസം? നിഹിലിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ബിലീഫാണ്. അതായത് ലൈഫിന് ഒരു ഡീപ്പ് മീനിങ്ങോ വാല്യൂയോ പർപ്പസോ ഇല്ല. ആ ഒരു തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ നിഹിലിസം എന്ന് പറയുന്നത്. അത് ഫെഡറിക് നീച്ചയാണ് പോപ്പുലറൈസ് ചെയ്തത്. ഇനി ബേസും സൂപ്പർ സ്ട്രക്ചറും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് തിയറിയിൽ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
എക്കണോമിക് ഫൗണ്ടേഷൻ ഓഫ് സൊസൈറ്റി എന്നാണ്. സൂപ്പർ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഐഡിയോളജീസ്, കൾച്ചർ. പിന്നെ കാർട്ടീഷ്യൻ ഡ്യുവലിസവും സ്പിനോസയുടെ മോണിസവും എന്ന് വെച്ചാൽ എന്താണ്? ഡെക്കാർട്ടയുടെയാണ് ഈ ഡ്യുവലിസം എന്ന് പറയുന്നത്. ഡെക്കാർട്ടയുടെ ഡ്യുവലിസം എന്ന് പറയുന്നത് എന്താണ്? മൈൻഡും ബോഡിയും എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണെന്നാണ് പറയുന്നത്. സ്പിനോസയുടെ മോണിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് വൺ സബ്സ്റ്റൻസ്, ഗോഡ് അല്ലെങ്കിൽ നേച്ചർ, അതായത് എല്ലാം ഒന്നാണ്, യൂണിറ്റിയെ എംഫസൈസ് ചെയ്യുന്നതാണ് സ്പിനോസയുടെ മോണിസം എന്ന് പറയുന്നത്. അതായത് സ്പിനോസ പറയുന്ന മൈൻഡും ബോഡിയും എന്ന് പറയുന്നത് സെപ്പറേറ്റ് അല്ല, ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നെ 2 ആട്രിബ്യൂട്ട്സ് ആണെന്നാണ് പറയുന്നത്. ഇനി മാർട്ടിൻ ഹൈഡ്ഗർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ബീയിങ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ബീയിങ് ആൻഡ് ടൈം എന്നാണ്. പിന്നെ സൈമൺ ഡി ബിവിയറിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്താണ്? സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്കിനകത്ത് സൈമൺ ഡി ബിവിയർ ആർഗ്യൂ ചെയ്യുന്നത് വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ എന്നാണ്. അതായത് ജെൻഡർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നും അത് ഈ പേട്രിയാർക്കി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ജെൻഡർ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ടൊരു കൺസെപ്റ്റാണ്. അത് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ജെൻഡർ എന്നാണ് പറയുന്നത്. ഈ പാൻതീസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ബിലീഫ് ദാറ്റ് ഗോഡും യൂണിവേഴ്സും ഐഡൻറ്റിക്കലാണ്. അതായത് ഡിവിനിറ്റി എന്ന് പറയുന്ന എല്ലാത്തിനകത്തും ഉണ്ട്. അതാണ് പാൻതിസം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസെൻഡൻ്റൽ ഐഡിയലിസം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇമാനുവൽ കാന്തിൻ്റെയാണ് ട്രാൻസെൻഡൻ്റൽ ഐഡിയലിസം. അത് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തിങ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അതായത് നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ അത് അപ്പിയർ ആവുന്നത് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മെൻ്റൽ ഫാക്കൽറ്റി ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഈ നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്ത് ഈ കാര്യത്തിനെ ഷേപ്പ് ചെയ്ത് മീനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഹോക്ക് റൂസ്റ്റിംഗ് എന്നുള്ള വർക്കിനകത്ത് ഹോക്ക് എന്നുള്ളത് എന്തിൻ്റെ പേഴ്സോണിഫിക്കേഷനാണ്? ടെഡ് ഹ്യൂഗിൻ്റെ പോയമാണ് ഹോക്ക് റൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹോക്ക് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പവറിനെയും ഡോമിനൻസിനെയും കാണിക്കുന്ന ഒരു സിമ്പലാണ്. ഈ ബേർഡ് എന്ന് പറയുന്നത് വളരെ അറഗൻ്റായിട്ടും വളരെ കൺട്രോളിംഗ് ആയിട്ടുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതോറിറ്റേറിയനിസം, ഈഗോ അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ വോളസ് സ്റ്റീവൻസിൻ്റെ പോയത്തിനകത്തുള്ള അപ്പോക്കാലിപ്റ്റിക് വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പോക്കാലിപ്റ്റിക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിലോസഫിക്കൽ ക്രൈസിസിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ. അതായത് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഫ്രാഗ്മെൻറ്റഡ് ആണെന്നും അതൊട്ട് മീനിങ്ലെസ് ആണെന്നും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്നുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിനകത്ത് കോൺട്രറിനെസ് എന്താണ്? വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്ന് പറയുന്നത് വെസ്റ്റ് വേർഡ് ഫ്ലോയിങ് ബ്രൂക്കാണ്. അത് ഈസ്റ്റ് വേർഡ് അല്ല അത് ഫ്ലോ ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? വെസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് റിവേഴ്സ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ കറണ്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിലും അപ്പോൾ ഇതെന്തിനാണ്? അപ്പോൾ ഈ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റിയും ഒരു കൈൻഡ് ഓഫ് ഡിഫറൻസും ഉണ്ട്. എല്ലാ നദികളും ഈസ്റ്റിലോട്ട് ഒഴുകുമ്പോൾ ഇത് മാത്രം വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അത് മാത്രം ഡിഫറൻ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി റിവേഴ്സിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ ഒരു ഫ്ലോ ആണ്. അപ്പോൾ അത് ആ റിവറിന് അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ കോൺട്രറിനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കപ്പിളിൻ്റെ ഡയലോഗ് തന്നെ എന്തിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ വില്ല് അല്ലെങ്കിൽ ഫ്രീ ഓഫ് തോട്ട്, ആ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള നോൺ കൺഫോമിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ഒപ്പീനിയനാണ് അതിനെ കാണിക്കുന്നത്. പോം എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഒപ്പോസിഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് നോംസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മീനിങ് ഫുൾ ആക്കി മാറ്റാം ലൈഫിനെ, അതാണ് പറയുന്നത്. അപ്പോൾ ലൈഫിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. മീനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതിലൂടെ യുണീക്നെസ്സിലൂടെയാണ് ഫോം ചെയ്യുന്നത്, അല്ലാതെ നമ്മളെല്ലാം പാസീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ല എന്നാണ് പറയുന്നത്. ഇനി ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ സൈക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വൽ ഡിസയേഴ്സ് ആണ്. ഈഗോ എന്ന് വെച്ചാൽ റാഷണൽ ആയിട്ടുള്ളൊരു മീഡിയേറ്റർ. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾ. ഇഡ് പറയുന്നത് പ്ലഷറാണ് സീക്ക് ചെയ്യുന്നത്. സൂപ്പർ ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റൽ റൂൾസിനൊക്കെ നമ്മളെതിരെ വോൺ ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. ഈഗോ എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കുബ്ലാ ഖാനിലുള്ള റോൾ ഓഫ് ഇമാജിനേഷൻ എന്താണ്? കുബ്ലാ ഖാൻ കോളേജ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ടാണെന്നാണ് പറയുന്നത്. ഈ പോം എന്ന് പറയുന്നൊരു ഡ്രീം ലൈക്കാണ് എഴുതിയിരിക്കുന്നത്, ഒരു ഫ്രാഗ്മെൻറ്റഡ് ആണ്. അതായത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുബ്ലാ ഖാൻ ഈ പോം എഴുതിയിരിക്കുന്നത്, അതായത് ഈ പോം ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പോമാണ്. ഒരു ഡ്രീമിനകത്ത് കണ്ടൊരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ എഴുതി പോയതാണെന്നാണ് പറയുന്നത്. അവസാനം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഇദ്ദേഹത്തിന്, അതായത് ഈ ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഇദ്ദേഹത്തിന് വിളിച്ചുണർത്തി. അപ്പോൾ പെട്ടെന്ന് എന്താണ് വേറൊരു രീതിയിലാണ് പിന്നെ ബാക്കിയുള്ള പോം ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് 2 സ്റ്റാൻസ് എഴുതുന്ന പോലെ അല്ല ലാസ്റ്റ് സ്റ്റാൻസ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു ഡ്രീം ലൈക്ക് ഇമേജറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്.
പോയറ്റ് ഇവിടെ ഒരു വിഷണറി ഫിഗറിനെ പോലെയാണ്, ഒരു പ്രോഫറ്റിനെ പോലെയാണ്. ഇമാജിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇമാജിനേഷൻ വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിവിഡായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഇതിനകത്ത്, ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈനകത്തെ പവർ ഓഫ് ഹ്യൂമൻ ബ്രെയിനെ എങ്ങനെയാണ് ഡിക്കിൻസൺ കാണിച്ചിരിക്കുന്നത്. എമിലി ഡിക്കിൻസൺ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ മൈൻഡിൻ്റെ വാസ്റ്റ് കപ്പാസിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഹ്യൂമൻ മൈൻഡിനെ അവർ സ്കൈ ആയിട്ടും സീ ആയിട്ടും ഗോഡായിട്ടും ഒക്കെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഫിലോസഫിക്കൽ തീംസും ഒക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള തീംസും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ പെർസെപ്ഷനെയും ബ്രെയിനിൻ്റെ ഇമാജിനേഷൻ, മെമ്മറി ആൻഡ് ഡിവൈൻ ഇൻസൈറ്റിനെയൊക്കെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ തോട്ട് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണെന്നും അത് സുപ്രീം ആണെന്നുമാണ് പറയുന്നത്. ഇനി WHO ഓടൻ്റെ ഹൂ ഈസ് ഹൂ എന്നുള്ളതിനകത്ത് സൊസൈറ്റിയുടെ റോൾ എന്താണ്? സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഇമോഷണൽ ലൈഫ്സിനെ ഒരുപാട് ഓവർലുക്ക് ചെയ്യുകയും പിന്നെന്താണ് സ്റ്റാറ്റസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ പോം എന്താണ്, ഒരു പബ്ലിക് ഫിഗറിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അയാളുടെ ഔട്ട്വേർഡ് സക്സസ് എന്ന് പറയുന്ന അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വൾണറബിലിറ്റിയെ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓടനായ ഗ്യാപ്പിനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. അതായത് സൊസൈറ്റിയുടെ റെക്കഗ്നീഷനും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കാണിക്കുന്നത്. ഫെയിമോ പവറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഒരാൾ സക്സസ്ഫുൾ ആണെന്നോ ഒരാൾ നല്ലവനാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അതിനെയാണ് ഇവിടെ അദ്ദേഹം അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വെൻ ഐ തിങ്ക് ഓഫ് മൈസെൽഫ് എന്നുള്ള മായ എഞ്ചിനിയുടെ പോയത്തിനകത്ത് സെൽഫ് റിഫ്ലക്ഷനെ കുറിച്ച് എങ്ങനെയാണ്, അതായത് സ്പീക്കർ എന്ന് പറയുന്നത് പിന്നെന്താണ് അവരുടെ ലൈഫിനെ കുറിച്ച് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടും ഐറോണിക്കലുമായിട്ടും സംസാരിച്ച് പോവുകയാണ് ഈ ഒരു പോയത്തിനകത്ത്, ഈ ഒരു വർക്കിനകത്ത്. റേഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും ജെൻഡർ റോൾസിനെ കുറിച്ചും സോഷ്യൽ ലിമിറ്റേഷനെ കുറിച്ചാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഈ ബ്ലാക്ക് വിമണിൻ്റെ സർവൈവൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഹ്യൂമറിലൂടെയും സ്ട്രെങ്ത്തിലൂടെയും ബ്ലാക്ക് വിമൺ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്നും പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചും അവരിതിനകത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള പോവാണ്. ഐഡൻറ്റിറ്റി, ഫ്രീഡം, ഇതിനെക്കുറിച്ച് ഇൻജസ്റ്റിസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ D.H. ലോറൻസിൻ്റെ പോയത്തിനകത്തുള്ള സോഷ്യൽ കമൻട്രി ഏതാണെന്ന് ചോദിക്കാം. സോഷ്യൽ കമൻട്രി എന്ന് പറയുമ്പോൾ സൊസൈറ്റി, മെറ്റീരിയലിസം, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എതിരെ, ഇമോഷണൽ റിപ്രഷനെതിരെയൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ആളാണ് D.H. ലോറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് അദ്ദേഹം സംസാരിക്കുന്ന പ്രൈമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ റോ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനുള്ളൊരു റോ നേച്ചർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടിയാണ്. അപ്പോൾ അരിസ്റ്റോട്ടൽ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓർഡർ, സിമെട്രി ആൻഡ് പ്രപ്പോർഷൻ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള പൊയറ്റിക്സിനകത്തും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിയെ റിലേറ്റ് ചെയ്യുന്നത് ഹാർമണി ഓഫ് പാർട്സ് ഇൻ എ ഹോൾ എന്നാണ് പറയുന്നത്, എസ്പെഷ്യലി ആർട്ടിലും ട്രാജഡിയുടെ ഡെഫിനിഷനിലും. ബ്യൂട്ടി എന്ന് പറയുന്നത് വിഷ്വൽ മാത്രമല്ല ഇൻ്റലക്ച്വലും കൂടിയാണ്. എന്താണോ നമുക്ക് ക്ലാരിറ്റി, യൂണിറ്റി നൽകുന്നത് അതും ബ്യൂട്ടിഫുൾ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ട്രൂത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്ന കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഓൺ ദ ബീച്ച് അറ്റ് നൈറ്റ് അലോണിനകത്ത് ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് ലൈഫ് എന്താണ്, വോൾട്ട് വിറ്റ്മൻ്റെ പോവമാണ്. അതിനകത്ത് എല്ലാ എക്സിസ്റ്റൻസിൻ്റെയും കോസ്മിക് യൂണിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ബീച്ചിൽ നിന്ന് സ്പീക്കർ എന്ത് ചെയ്യാണ്, മെഡിറ്റേറ്റ് ചെയ്യാണ് ഹ്യൂമൻ ലോൺലിനെസ്സിനെ കുറിച്ചും കണക്ഷനെ കുറിച്ചും. അപ്പം സ്റ്റാർ, സ്കൈ, സീ, ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ. അതെല്ലാം ഒരു വാസ്റ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ പോം സെലിബ്രേറ്റ് ചെയ്യുന്നത് ടൈമും പീപ്പിളും നേച്ചറും തമ്മിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ പ്യൂപ്പിൾ ആരായിരുന്നു? പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആരായിരുന്നു? അരിസ്റ്റോട്ടിലാണ്. ദ ഹാൻഡ് ദാറ്റ് മോക്ക് ദം ആൻഡ് ദ ഹാർട്ട് ദാറ്റ് ഫെഡ്, അത് ഷെല്ലിയുടെ പോയത്തിൽ ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓസിമാൻഡിയസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓസിമാൻഡിയസിൻ്റെ സ്കൾപ്ചറിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. 19th സെഞ്ച്വറി ജർമ്മൻ ഫിലോസഫർ അസോസിയേറ്റഡ് വിത്ത് ദ ടേം നിഹിലിസം. നിഹിലിസം ആരുടെയാണ്? ഫ്രെഡറിക് നീച്ചയുടെയാണ് കേട്ടോ. പിന്നെ വില്യം റോസ് വാലസിൻ്റെ ലിബർട്ടി ബെൽ എന്നുള്ളത് എപ്പോഴാണ് ഫസ്റ്റ് റിങ് ചെയ്ത്? ജൂലൈ 4, 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ പബ്ലിക് റീഡിങ്ങിൻ്റെ സമയത്തായിരുന്നു. കുബ്ല ഖാൻ്റെ സബ് ടൈറ്റിൽ എന്താണ്? എ വിഷൻ ഇൻ എ ഡ്രീം. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ എന്ന് ആരാണ് പറഞ്ഞത്? സൈമൺ ഡി ബിവിയർ ആണ് പറഞ്ഞത്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫറിൻ്റെ പേര് ജീൻ പോൾ സർട്രെ. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 1899. ആരാണ് പബ്ലിഷ് ചെയ്തത്? സിഗ്മണ്ട് ഫ്രോയിഡ്. പിന്നെ ഈ മായ ഏഞ്ചലിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? ഐ നോ വൈ ദി കേജ്ഡ് ബേർഡ് സിങ്സ്. ഓക്കെ. പിന്നെ സോഷ്യലിസത്തിൻ്റെ ഐഡിയാസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോപ്പുലറൈസ് ചെയ്ത ജർമ്മൻ ഫിലോസഫർ ആരായിരുന്നു? കാൾ മാർക്സ് ആണ്. പിന്നെ ഹെറാക്ലിറ്റസിൻ്റെ ഡോക്ട്രിൻ ഓഫ് ഫ്ലക്സും യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹെറാക്ലിറ്റസ് പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആണ്. അതാണ് അദ്ദേഹം ഡോക്ട്രിൻ ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. ഫ്ലക്സ് എന്ന് വെച്ചാൽ മൂവ്മെൻ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ആൻഡ് ഓൾസോ ഹി ബിലീവ്സ് ദാറ്റ് എന്താണ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഡേ ആൻഡ് നൈറ്റ് ആണെങ്കിലും ലൈഫ് ആൻഡ് ഡെത്ത് ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ലൈഫ് ഉണ്ടെങ്കിലേ നമുക്ക് മരിക്കാൻ പറ്റൂ, ഡേ ഉണ്ടെങ്കിലേ നൈറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ ചേഞ്ചും ഈ ഓപ്പോസിറ്റ്സും ആണ് ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഓസിമാൻഡിയസിനകത്ത് ആ ഒരു സ്റ്റാച്യുവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഷാറ്റേർഡ് ഫേസ് ആണ്, ഫ്രൗൺ ഉണ്ട്, റിങ്കിൾഡ് ലിപ്പുണ്ട്, പിന്നെന്താണ് ഒരു സ്നീറുണ്ട്, ഒരു കോൾഡ് കമാൻഡ് നൽകുന്ന ഒരു സ്നീറുണ്ട് ഈ ഒരു ഇതിന്. ആ കിങ്ങിൻ്റെ അറഗൻസിനെ അതോറിറ്റിയാണ് അത് കാണിക്കുന്നത്. പിന്നെ എൻഡിമിയോണിനകത്തുള്ള പേഴ്സ്യൂട്ട് ഓഫ് ബ്യൂട്ടി എങ്ങനെയാണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് തുടങ്ങിയിട്ടാണ് ജോൺ കീറ്റ്സ് അദ്ദേഹത്തിന് എൻഡിമിയോൺ എന്നുള്ള പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ നേച്ചർ ഓഫ് ബ്യൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ എക്സ്പ്ലോസ് ഐഡിയ ദാറ്റ് ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പീസും ഇൻസ്പിറേഷനും നൽകുന്ന ഒന്നാണ്. അതുവഴിയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നീച്ചയുടെ ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളതിൻ്റെ പ്രൊക്ലമേഷൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് റിഫ്ലെക്ട്സ് ദാറ്റ് റിലീജിയസ് ആൻഡ് മെറ്റാഫിസിക്കൽ ബിലീഫ് എന്ന് പറയുന്ന മോഡേൺ ഏജിൽ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് അതായത് മോഡേൺ വേൾഡിൽ റിലിജിയനും ഈ ആവശ്യമില്ലാത്ത സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരു എൻഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഗോഡ് ഡെഡാണ് മോഡേൺ വേൾഡിൽ എന്ന് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് എൻലൈറ്റൻമെൻറ്റും സയൻറ്റിഫിക് പ്രോഗ്രസ്സും ആണ് ഫെയ്ത്തിനെ അല്ലെങ്കിൽ ഡിവൈൻ ഓർഡറിനെ നശിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു മോറൽ വാക്യൂം നമ്മുടെയൊക്കെ ലൈഫിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലിബിഡോ എന്ന് വെച്ചാൽ എന്താണ്? സൈക്കിക് എനർജി ഡിറൈവ്ഡ് ഫ്രം സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതാണ് ലിബിഡോ. അത് ഫ്രോയിഡാണ് കൊണ്ടുവന്നത് കേട്ടോ. ദെൻ സാർട്രയുടെ ബീയിങ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാൻ, കോൺസെപ്റ്റ് ഓഫ് ബീയിങ് ഇൻ ഇറ്റ് സെൽഫും ബീയിങ് ഫോർ ഇറ്റ് സെൽഫ് എന്നും പറഞ്ഞ് സാർട്രെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നുണ്ട്. രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. അപ്പം ബീയിങ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഇൻആനിമേറ്റ് എക്സിസ്റ്റൻസ് എന്നും ബീയിങ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ കോൺഷ്യസ് ബീയിങ്സ് എന്നുമാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് കണ്ടം ടു ബി ഫ്രീ ആണ്, ബെയറിങ് ദി റെസ്പോൺസിബിലിറ്റി അവരുടെ ആക്ഷൻസ് ആണ് അവരുടെ എസൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ജെൻഡർ തിയറി എന്താണെന്ന് ചോദിക്കാം സൈമൺ ഡി ബിവേറിൻ്റെ. ജെൻഡർ എന്ന് വെച്ചാൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നും ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കുക. വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ. പിന്നെ ഇത് ലിബർട്ടി ബെല്ലിനകത്ത് സിംബലിസം എന്താണ്? ലിബർട്ടി ബെൽ എന്നുള്ളത് തന്നെ ഫ്രീഡത്തിനെയും ജസ്റ്റിസിനെയും കാണിക്കുന്നതാണ്. അമേരിക്കൻ ഇൻഡിപെൻഡൻസിനെയാണത് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ മാർക്സിസ്റ്റ് ഐഡിയ ഓഫ് സോഷ്യൽ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്സ് സൊസൈറ്റിയെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബൂർഷോസും അതായത് ക്യാപിറ്റലിസവും ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും പ്രോലെറ്റേറിയറ്റ് അതായത് വർക്കിംഗ് ക്ലാസ്സും ഉള്ളതായിട്ടാണ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബൂർഷോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്, പ്രോഫിറ്റിന് വേണ്ടിയും ലേബേഴ്സിന് വേണ്ടിയും. അങ്ങനെയാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ സ്പിനോസയുടെയും പാന്തിസം എന്നുള്ളത് നോക്കി വെച്ചേക്കുക. സ്പിനോസയുടെ ഫിലോസഫി എന്ന് വെച്ചാൽ ഗോഡിനെ നേച്ചറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതാണ്. എല്ലാം ഒരു സിംഗിൾ സബ്സ്റ്റൻസിൻ്റെ ഭാഗമാണെന്നാണ് സ്പിനോസ വിചാരിക്കുന്നത്. മോണിസം. പാന്തിയിസ്റ്റിക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് ഡിവൈൻ വേൾഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് പാന്തിസം പറയുന്നത്. എന്താണ് ഫിനോമിനോളജി? ഫിനോമിനോളജി എന്ന് വെച്ചാൽ ഫിലോസഫിക്കൽ സ്റ്റഡി ഓഫ് സ്ട്രക്ചേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കോൺഷ്യസ്നസ്. എക്സിസ്റ്റൻഷ്യലിസം എന്താണ്? ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം, ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഹ്യൂമൻ ബീയിങ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡിഫൈൻ ദെയർ ഓൺ മീനിങ് ഇൻ ലൈഫ് എന്നാണ് എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി, ഫ്രോയിഡിൻ്റെ എലമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. കുബ്ലാ ഖാനൊരു ഡ്രീം പോമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഓസിമാൻഡിയസ് എന്നുള്ള പോയത്തിനകത്തുള്ള ഐറണിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഐറണി എന്ന് വെച്ചാൽ ഒരു പവർഫുൾ കിങ്ങിനെയാണ് ഗ്രാൻഡ് സ്റ്റാച്യു, അയാളൊരു പവർഫുൾ കിങ്ങായിട്ട് പോലും മരണത്തിന് ശേഷം അയാളുടെ ഗ്രാൻഡ് സ്റ്റാച്യു വീണ്ടും ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജാവ് എത്ര പവർഫുൾ ആണെങ്കിലും ആ സ്റ്റാച്യു കണ്ടില്ലേ, അത് ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്താലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതവിടെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കും. ടൈം പോകുന്തോറും ആളുകൾ മറന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹൂ ഈസ് ഹൂ ബൈ W.H. Auden. അത് ശരിക്കും പറഞ്ഞാൽ ഫെയിം ആൻഡ് പബ്ലിക് റെക്കഗ്നീഷനെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ദ ഹൂ ഈസ് ഹൂ എന്നുള്ള ഈ ഒരു പോവം. ഈ ടൈറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സൊസൈറ്റിയിലെ സ്റ്റേറ്റസിൻ്റെ വാല്യൂ എന്താണെന്നും പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്താണെന്നും അതൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഫെയിമിനപ്പുറം നമ്മൾ സൊസൈറ്റിയിൽ കാണിക്കുന്ന മുഖത്തിനപ്പുറം നമുക്കൊരു മുഖമുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഹൗ ബീസ്ലി ദ ബൂർഷോസ് ഈസ് എന്നുള്ളതിനകത്ത് D.H. ലോറൻസ് സർക്കാസം എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് മിഡിൽ ക്ലാസ് പ്രിറ്റൻഷൻസിനെയും മോറൽ റിജിഡിറ്റിയെയും കളിയാക്കിക്കൊണ്ടാണ് ഈ ഒരു പോയത്തിനകത്ത് ഇദ്ദേഹം സംസാരിക്കുന്നത്. ബൂർഷോസിനെ ബീസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ വളരെ സൂപ്പർഫിഷ്യലാണെന്നും അവർ ജെന്യൂനിറ്റി ഇല്ലാത്ത ആളുകളുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ആ തിയറി ഓഫ് ഫോം അല്ലെങ്കിൽ ഐഡിയാസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയേണ്ടത്.
പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ 2023-ലെ 24-ലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ജനറൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ ലിറ്ററേച്ചർ എങ്ങനെയാണ് ഫിലോസഫിക്കൽ കോൺസെപ്റ്റും ഐഡിയാസുമായിട്ട് എൻഗേജ്ഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഫിലോസഫിക്കൽ ഐഡിയാസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു വെസലാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയേണ്ടത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്കിനകത്ത് ഹെറാക്ലിറ്റസിൻ്റെ ഫ്ലക്സും യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റും പറയുന്നുണ്ട്. പിന്നെ പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് ഓഫ് ഫോമിനെ കുറിച്ച് പറയണം. ഷെല്ലിയുടെ ഓസിമാൻഡിയസിനകത്ത് ഹ്യൂമൻ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊരു പെർമനൻസ് ഇല്ല. അല്ലെങ്കിൽ ആ രാജാവ് ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിമ കണ്ടില്ലേ, അത് എന്താണ് നമ്മുടെ ഒരു ഹ്യൂമൻസ് ഉണ്ടാക്കിയതാണ് ആ പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇംപെർമനൻസ് ഉണ്ടോ, ടൈം പോകുന്നതിനോടൊപ്പം ആ പ്രതിമയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ കോളറിഡ്ജിൻ്റെയും കീറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുക. അരിസ്റ്റോട്ടലിൻ്റെ ബ്യൂട്ടി, സോൾ ആൻഡ് ഡിവൈൻ ഇൻസ്പിറേഷനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ എമിലി ഡിക്കിൻസണിൻ്റെ ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈ, കാർട്ടീഷ്യൻ ഡുവലിസം പറയുക. വോൾട്ട് വിറ്റ്മൻ്റെ ഓൺ ദ ബീച്ച് അറ്റ് നൈറ്റ് അലോൺ എന്നുള്ള വർക്കിനകത്ത് സ്പിനോസയുടെ പാന്തിസത്തിനെ കുറിച്ച് പറയുക. വാലസ് സ്റ്റീവൻസിൻ്റെയും ടെഡ് ഹ്യൂഗ്സിൻ്റെയും നിഹിലിസം, ഫ്രോഡിയൻ സൈക്കോളജി, ഇതെല്ലാം വേണം ഇതിനകത്ത് സംസാരിക്കാൻ. ഓക്കെ, ഇനി ഫെമിനിസവും ഫിലോസഫിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെമിനിസം എന്താണെന്ന് പറയുക. പിന്നെ ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന സൈമൺ ഡി ബെവിയറിൻ്റെ ജെൻഡറിനെ കുറിച്ച്, മായ ഏഞ്ചലിലൂടെ വെൻ ഐ തിങ്ക് അബൌട്ട് മൈസെൽഫ് എന്നുള്ള വർക്കിനെ കുറിച്ച് പറയുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്ത് ഫെമിനിസ്റ്റ് വർക്കുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം എഴുതുക. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ദ ഫിലോസഫിക്കൽ ഇഷ്യൂസ് ദാറ്റ് ദ ലിറ്ററേച്ചർ ഓഫ് ദ 20th century വാസ് ഡീപ്ലി ഇൻ്റർട്വൈൻഡ് വിത്ത്. 20th century ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നിഹിലിസം, എക്സിസ്റ്റൻഷ്യലിസം, അൺകോൺഷ്യസ്, അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്ന വർക്കിനെ കുറിച്ച് വേണം നിങ്ങൾ ഇതിനകത്ത് എഴുതാൻ. അതായത് വാലസ് സ്റ്റീവൻ്റെ സാഡ് സ്ട്രെയിൻസ് ഓഫ് എ ഗേ വോൾസ്, അത് നീച്ചയുടെ കോൺസെപ്റ്റ് ഓഫ് ഡെത്ത് ഓഫ് ഗോഡും നിഹിലിസം ഒക്കെയാണ് പറയുന്നത്. W.H. ഓഡൻ്റെ ഹൂ ഈസ് ഹൂ എന്നുള്ളതിനകത്ത് മാർട്ടിൻ ഹൈഡ്ഗറിൻ്റെ ഡാസെയ്ൻ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു. പിന്നെ ടെഡ് ഹ്യൂക്കിൻ്റെ ഹോക്ക് റൂസ്റ്റിംഗ് എന്നുള്ളതിനകത്ത് ഫ്രോയിഡിൻ്റെ ഈഗോ, ഇഡ് ആൻഡ് സൂപ്പർ ഈഗോയെക്കുറിച്ച് പറയുന്നു. D.H. ലോറൻസിൻ്റെ ഹൗ ബീസ്ലി ദ ബുർഷോസിനകത്ത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിനെ കുറിച്ചും ക്യാപിറ്റലിസത്തിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കഥയും ടേംസും കോൺസെപ്റ്റും എല്ലാം അറിഞ്ഞിരുന്ന് ഇത് ആണ് എസ് എ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ശരിക്കും പോയിന്റ്സ് കിട്ടും. അതായത് 3-4 വർക്ക് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ നല്ല മാർക്ക് എഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ റൊമാൻറ്റിക് പോയിറ്റ്സ് എങ്ങനെയാണ് എൻലൈറ്റൻമെൻറ്റ്, റാഷണലിസം ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്തത്. റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? കോൾറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ്, നമുക്ക് പഠിക്കാനുള്ളതിനകത്ത്. അപ്പോൾ അവരുടെ വർക്ക്സ് എല്ലാം എഴുതുക. കോൾറിഡ്ജിൻ്റെ കുബ്ലാ ഖാനെ കുറിച്ച് എഴുതുക, ഷെല്ലിയുടെ ഓസിമാൻഡിസത്തിനെ കുറിച്ച് എഴുതുക, കീറ്റ്സിൻ്റെ എൻറ്റിമിയോണിനെ കുറിച്ച് എഴുതുക. ഇതിനകത്ത് 3-നകത്തും പറഞ്ഞു പോയേക്കുന്ന തിയറിയെക്കുറിച്ച് നിങ്ങൾ എഴുതണം. കുബ്ലാ ഖാനിനകത്ത് മറ്റേ സോക്രട്ടീസിൻ്റെ ഐഡിയ ഓഫ് പോയറ്റ് എസ് എ ഡിവൈൻ വരുന്നുണ്ട്. ഓസിമാൻഡിസത്തിനകത്ത് പ്ലേറ്റോയുടെ ഐഡിയലിസം വരുന്നുണ്ട്, ആ ഇംപെർമനൻസ് ഓഫ് വേർഡിനെ കുറിച്ച്. കീറ്റ്സിൻ്റെ എൻറ്റിമിയോണിനകത്ത് ബ്യൂട്ടി, ആർട്ട് ആൻഡ് നേച്ചർ ഇതിനെക്കുറിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് എഴുതേണ്ടത്.